വയനാട്ടിലെ മാനന്തവാടിയിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് പിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന ശ്രീധരനാണ് മരിച്ചത്. പോലീസുകാരുൾപ്പെടെ 4 പേർക്ക് പരിക്കുപറ്റി. പോലീസ് ജീപ്പിന്റെ അമിതവേഗവും ടയറുകളുടെ പഴക്കവുമാണ് അപകടത്തിനിടയാക്കിയത് എന്നാരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ വള്ളിയൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് പ്രതിയുമായി സുൽത്താൻ ബത്തേരിയിലേക്ക് പോയ അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടമുണ്ടാക്കിയത്. നിയന്ത്രണം വിട്ട ജീപ്പ് ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന ശ്രീധരനെ ഇടിച്ച ശേഷം ആൽത്തറയ്ക്ക് സമീപത്തേക്ക് മറയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്രീധരനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജീപ്പിലുണ്ടായിരുന്ന പ്രതി മാഹി സ്വദേശി പ്രബീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ കെ.ബി. പ്രശാന്ത്, ജോളി സാമുവൽ, വി. കൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റു. ജീപ്പിന്റെ അമിത വേഗതയും ടയറുകൾക്ക് അമിത തേയ്മാനം സംഭവിച്ചതുമാണ് അപകട കാരണമെന്നാരോപിച്ച് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. റോഡിൽ വേഗനിയന്ത്രണത്തിന് സംവിധാനങ്ങളില്ലാത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്നും പരാതിയുണ്ട്. RDO വന്ന് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയാണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. ഒന്നും 10 മിനിറ്റ് കൂടെ ആയില്ലോ വണ്ടി കൊണ്ട് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയം ആക്സിഡന്റ് തന്നെയാണ്, ഫുൾ ടൈം ആക്സിഡന്റ് തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.